ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. മ്യൂച്വൽ ബെനിഫിറ്റ് ബോത്ത് ഇന്ത്യ ആൻഡ് ദ US സ്റ്റാൻഡ് ടു ഗെയിൻ ബൈ എൻഹാൻസിങ് കോപ്പറേഷൻ ഓൺ ട്രേഡ്. അപ്പോൾ ട്രേഡ് സംബന്ധമായ കോപ്പറേഷൻ ഇന്ത്യ ആൻഡ് US രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് പാർട്ട്നേഴ്സാണ് ഇന്ത്യയും US-ഉം. അതുകൊണ്ട് തന്നെ അവരുടെ എൻഹാൻസ്ഡ് ട്രേഡ് റിലേഷൻഷിപ്പ് ബോത്ത് സ്ട്രാറ്റജിയിലും അതുപോലെ തന്നെ ട്രേഡിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്ട്രാറ്റജിക്കൽ റിലേഷൻഷിപ്പ് US-ഉമായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് റിലേഷൻഷിപ്പും ഫ്ലറിഷ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അത് സ്ട്രെങ്തൻ ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വേണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ നമ്മുടെ ഇന്ത്യയെ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് തന്നെ ട്രേഡ് റിലേഷൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നതാണ്. Treasury Secretary Janet Yellen's visit to India last week highlights the renewed focus in the US on strengthening economic ties with Asia's third largest economy and one of America's indispensable partners. അപ്പോൾ അമേരിക്കയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ട്രേഡിംഗ് പാർട്ണറാണ് ഇന്ത്യ. ഏഷ്യയിലെ തേർഡ് ലാർജസ്റ്റ് എക്കോണമിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ്റെ വിസിറ്റ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഈ സമയത്തെ മാക്രോ എക്കോണമിക് സിനാരിയോസ് അതുപോലെ തന്നെ ഈ ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ഇൻഫ്ലേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ കാരണം ഫുഡ് ക്രൈസിസ്, എനർജി ക്രൈസിസ്, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ്, ട്രേഡിലുണ്ടായ വ്യത്യാസങ്ങൾ, ഡിസ്റപ്ഷൻസ്, അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രേഡ്, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഈ ഗ്ലോബലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. മാത്രമല്ല നമുക്കറിയാം നമ്മുടെ നൈബറിങ് ആയിട്ടുള്ള ചൈനയൊക്കെ പ്രൊട്ടക്ഷനിസ്റ്റിക് പോളിസി, എക്കോണമിയായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷനിസ്റ്റിക് പോളിസി എന്താ പറയുക ഫോളോ ചെയ്യുന്നതാണ്. അതായത് അവരുടെ പ്രൊഡക്ഷന് കൂടുതൽ ബൂസ്റ്റോ അതുപോലെ തന്നെ തിരിച്ച് ഇറക്കുമതി ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അമിതമായ താരിഫൊക്കെ ഇമ്പോസ് ചെയ്തിട്ട് ആ പ്രൊഡക്ട്സിനെ ഇവിടെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി അവർ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഈ ട്രേഡ് ബാരിയറും അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് ഉള്ള സമയത്ത് ഇന്ത്യ പോലെയും അമേരിക്ക പോലെയുള്ള വലിയ ലാർജസ്റ്റ് ഡെമോക്രസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചലഞ്ചസിനെ ഫേസ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കി അത് റിഡ്രസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്ന് പറയുന്നു. The current global environment with macroeconomic trade strategic challenges makes it all more compelling for the world's two largest democracies to deepen their engagement in a way that is mutually beneficial. ഈ ട്രേഡ് റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിഷ്യൽ ആയിരിക്കണം, കോഎക്സിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മ്യൂച്വലും ആയിരിക്കണം എന്നതാണ് പറയുന്നത്. ഇൻ ഡൽഹി മിസ് യെല്ലൻ emphasized that United States and India share an interest in strengthening our supply chains in the world. അപ്പോൾ ട്രേഡ് എന്ന് പറയുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ വെപ്പണാക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ സപ്ലൈ ചെയിൻസ് ഡിസ്റപ്റ്റ് ചെയ്യാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ രണ്ട് രാജ്യങ്ങൾക്കും ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ജാനറ്റ് യെല്ലൻ പറയുന്നത്. US was particularly keen to minimize its vulnerabilities to supply chain disruptions and was therefore pursuing strategy of front shoring with India. അപ്പോൾ ഇന്ത്യയായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് സപ്ലൈ ചെയിൻസിനെ റിസൈലൻ്റ് ആക്കാനും ശക്തിപ്പെടുത്താനുമാണ് US ശ്രമിക്കുന്നത്. US-ൻ്റെ സപ്ലൈ ചെയിൻ്റെ ഒക്കെ ഡിസ്റപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഗ്ലോബലായിട്ടുള്ള കോപ്പറേഷൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ US-ഉം കോപ്പറേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് രീതിയിലാണ് അതൊരു വെപ്പണായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉക്രൈൻ്റെ ഇൻവേഷൻ നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഉക്രൈൻ്റെ ഇൻവേഷൻ റഷ്യ ചെയ്തപ്പോൾ റഷ്യ എന്ത് ചെയ്യുന്നു, യൂറോപ്പിലേക്കുള്ള എല്ലാതരം ഓയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാച്ചുറൽ ഗ്യാസിൻ്റെ സപ്ലൈ തടയുന്നു. അപ്പോൾ ഇതൊരു ഡിസ്റപ്ഷനാണ് സപ്ലൈ ചെയിൻ്റെ. അപ്പോൾ എന്ത് പറ്റും, യൂറോപ്പിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് എനർജി ക്രൈസിസാണ്. അപ്പോൾ എന്താണ് കാരണം? ഇപ്പോൾ മോസ്കോൻ്റെ അങ്ങനത്തെ ഒരു ഡിസിഷൻ, റഷ്യൻ്റെ അങ്ങനത്തെ ഒരു ഡിസിഷനാണ് കാരണം. അപ്പോൾ അതെന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു വെപ്പണായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ആ തീരുമാനം എന്ന് പറയുന്നത് ആ സപ്ലൈ ചെയിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതിന് മൂലം എന്താണ് സംഭവിക്കുന്നത്? യൂറോപ്പ് പോലെയൊരു വലിയ കോണ്ടിനെൻറ്റിൻ്റെ ആ രാജ്യങ്ങളിലേക്കുള്ള എനർജി സപ്ലൈ ആണ് ഡിസ്റപ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഡോമിനൻസ് എന്ന് പറയുന്നത് എന്തിനെ ബാധിക്കും? ഗ്ലോബലി അതിനൊരു നെഗറ്റീവായിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള റാമിഫിക്കേഷൻ അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഉണ്ടാവും. അതേപോലെ തന്നെ ചൈനാസ് ഡോമിനൻസ്. ഇപ്പോൾ ചൈന ഡോമിനൻസ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചൈനാസ് ഡോമിനൻസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് സച്ച് എസ് സോളാർ പാനൽസ് ഒക്കെ വളരെയധികം എന്താണ് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും അതൊരു എന്താ പറയുക വെപ്പണായിട്ട് ഉപയോഗിക്കാം. കാരണം എന്താ, ഞാനൊരു മോണോപ്പോളിയാണ് സോളാർ പാനൽസ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചൈനയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്, കമ്പനീസ്, രാജ്യങ്ങൾ ഒക്കെ എന്ത് പറ്റും, അതില്ലാതാവില്ലേ? അതായത് അത് കിട്ടാതാവും. അതാണ് ഈ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വൽ ആയിട്ടുള്ള കോപ്പറേഷൻ ഇന്ത്യ US ടൈസ് ആയിട്ട് ഉണ്ടാവണം എന്ന് പറയുന്നത്.
ഇതിൽ ചെറിയ ചലഞ്ചസും ഉണ്ട്. അപ്പോൾ ഇന്ത്യ US ടൈസിൽ ഒരു ചെറിയ ചലഞ്ച് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഈ റഷ്യ ആയിട്ടുള്ള ബന്ധമാണ്. റഷ്യ ആക്ച്വലി നമ്മൾ ഒരു വൺ ഓഫ് ദ ഡിഫൻസ് പാർട്ട്നേഴ്സാണ് റഷ്യ. അപ്പോൾ അത് ചില സമയത്ത് ഈ പറഞ്ഞ ഇന്ത്യ US ബന്ധത്തിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എപ്പോഴും ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റഷ്യ ആയിട്ട് നമുക്ക് എപ്പോഴും എസ്പെഷ്യലി ഡിഫൻസ്, ഇപ്പോൾ നമുക്കൊരു S-400 എന്ന് പറഞ്ഞ ഡിഫൻസ് ആൻറ്റി മിസൈൽ സിസ്റ്റമൊക്കെ നമ്മൾ മേടിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ എന്താണ് ഈ പറഞ്ഞ ഇന്ത്യ US ടൈസിനെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യൻ്റെ എക്സ്പോർട്ടേഴ്സിന് പണ്ട് കെട്ടിക്കെട്ടിരുന്ന ഒരു പ്രിഫറൻസാണ് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്, GSP എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ എക്സ്പോർട്ടേഴ്സിന് കൂടുതൽ താരിഫൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ നല്ല ഒരു എന്താ പറയുക കൺസെഷനും അതുപോലെ തന്നെ നല്ലൊരു എൻവയോൺമെൻറ്റും അവരുടെ മാർക്കറ്റ്സിൽ ഇപ്പോൾ US എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സിന് കൂടുതൽ നല്ല എന്താ പറയുക ഒരു പരിഗണന കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസാണ്, കൺസെഷൻസാണ് കഴിഞ്ഞ വർഷം ട്രംപിൻ്റെ ഭരണകാലത്ത് അത് ഒഴിവാക്കിയത്. ഇന്ത്യൻ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കൺസേൺസ് ഇന്ത്യ US ടൈസിലുണ്ട്. പക്ഷേ എന്നാലും മുമ്പോട്ട് പോകുന്ന സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പും ആണ് ഇന്ത്യ US നോക്കുന്നത്. അതിൽ നിന്നും മ്യൂച്വലി ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലോബലി അവരുടെ കോപ്പറേഷൻ ഗ്ലോബലി ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വേൾഡ് ഓർഡറിന് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.